സായിയും നന്ദനയും കൂടി അവിടെ നോമിനേഷനിൽ നിന്ന് അവിടെ സംരക്ഷിച്ചത് ആരെയാണ്? അവിടെ സിജോനെയാണ് അവിടെ സായിയും നന്ദനയും കൂടി നോമിനേഷനിൽ നിന്ന് സംരക്ഷിച്ചത്. അത് സായിയുടെ പ്ലാൻ ആയിരുന്നു സിജോയെ നോമിനേഷനിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളത്. അവിടെ അങ്ങനെ ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? അവിടെ സായി പറയുന്നുണ്ട് നോമിനേഷനിൽ വരണം 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 എന്ന് അത്രയും ആഗ്രഹിച്ചിരിക്കുകയാണ് സിജോ, അതുകൊണ്ട് അവൻ അങ്ങനെ നോമിനേഷനിൽ പോകണ്ട, ഒന്ന് രക്ഷപ്പെടട്ടെ. പിന്നെ അവിടെ സിജോ നോമിനേഷനിൽ പോയാലും അവിടെ രക്ഷപ്പെട്ട് തിരിച്ചു വരും എന്നുള്ള കാര്യം ഷുവറാണ് എന്നുള്ളതുകൊണ്ട് അവിടെ സിജോയെ സംരക്ഷിക്കുന്നു എന്നാണ് സായി അവിടെ പറഞ്ഞത്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, എന്തുകൊണ്ട് ജിൻഡോനെ സംരക്ഷിച്ചില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം. അവിടെ നോമിനേഷനിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം തന്നെ അവിടെ ജയിച്ച് തിരിച്ചു വരുന്ന വ്യക്തി ജിൻഡോയാണ്. നോമിനേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും അവിടെ തിരിച്ചെത്തുമെന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന 100% ഉറപ്പിക്കാൻ പറ്റുന്ന മത്സരാർത്ഥി ജിൻഡോ ആണ്. എന്നിട്ട് എന്തുകൊണ്ട് ജിൻഡോയെ സംരക്ഷിക്കാതെ സിജോനെ സംരക്ഷിച്ചു? അതൊരു വലിയ ചോദ്യമല്ലേ. അത് എന്തുകൊണ്ടായിരിക്കും സായി അങ്ങനെ ചെയ്തത്? ഇവിടെ സിജോ തിരിച്ചു വന്നതിന് ശേഷം സിജോയ്ക്ക് കാര്യമായ കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. തുടക്കത്തിലുണ്ടാക്കിയ ആ ഒരു ഇമ്പാക്ട് കൊണ്ട് മാത്രമാണ് സിജോ ഇപ്പോഴും ആ വീട്ടിൽ പിടിച്ചു നിൽക്കുന്നത്. അതും ആ തുടക്കത്തിലുണ്ടായ ഇമ്പാക്റ്റിന്റെ അളവ് കുറഞ്ഞു വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സിജോയുടെ ഫാൻ സപ്പോർട്ട് കുറയുന്നുണ്ടാവാം എന്ന് സായി അവിടെ കണക്കൂട്ടുന്നുണ്ടായിരിക്കാം. അങ്ങനെയുള്ളപ്പോൾ നോമിനേഷനിൽ വരാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. സിജോ നോമിനേഷനിൽ വരുമ്പോൾ വോട്ട് ചെയ്യാനും വോട്ടിങ്ങിന്റെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് സിജോയ്ക്ക് കൂടുതൽ പെർഫോമൻസ് ചെയ്യാൻ തോന്നും, സിജോയ്ക്ക് കൂടുതൽ പേര് വോട്ട് ചെയ്യും. അങ്ങനെയൊക്കെ വരുന്നതിൽ ഭേദം നോമിനേഷനിൽ വരാതെ മാറി നിന്ന് കഴിഞ്ഞാൽ സിജോയ്ക്ക് അവിടെ നെഗറ്റീവ് അടിക്കുക മീൻസ് വോട്ട് ചെയ്യാതാവുമ്പോൾ സിജോ എന്നൊരു വ്യക്തിയെ കുറച്ചു പേരെങ്കിലും മറന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ വരും. അതിനിടയിലേക്ക് നോമിനേഷനിൽ വന്ന വ്യക്തികളോ മറ്റാരെങ്കിലും ഉയർന്നു വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സിജോയെ താഴോട്ട് ഇറക്കുക എന്നുള്ളതായിരുന്നു അവിടെ സായിയുടെ ലക്ഷ്യം. അവിടെ സിജോനെ ഇറക്കാൻ പറ്റുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് സിജോയ്ക്ക് അങ്ങനെ സംരക്ഷണം കൊടുത്തത്. അവിടെ ജിൻഡോയെ രക്ഷിച്ചതുകൊണ്ട് സായിക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. അവിടെ ജിൻഡോ രക്ഷിച്ചു, അവിടെ പോകുന്നു. പ്രത്യേകിച്ച് നോമിനേഷനിൽ വന്നിട്ടായാലും എങ്ങനെയായാലും ജിൻഡോ തിരിച്ചെത്തുമെന്നുള്ളത് കാര്യം ഉറപ്പാണ്. ഇപ്പം ജിൻഡോനെ നോമിനേഷനിൽ നിന്ന് രക്ഷിച്ചതുകൊണ്ട് അവിടെ സായിക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. പക്ഷേ സിജോനെ നോമിനേഷനിൽ നിന്ന് രക്ഷിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഗുണങ്ങളുണ്ട് സായിക്ക്. ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ നോമിനേഷൻ പ്രോസസ്സിൽ അവിടെ സിജോ രക്ഷിക്കപ്പെടുമ്പോൾ അവിടെ പിന്നീട് വരുന്ന നോമിനേഷനിൽ ചിലപ്പോൾ സിജോ പുറത്തു പോകാനുള്ള ഒരു ചാൻസ് അവിടെ കാണുന്നുണ്ട്. സിജോ ഇപ്പോൾ വീക്കായിട്ടുള്ള മത്സരാർത്ഥിയായിട്ടാണ് അവരുടെ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ സായി സിജോയെ സെലക്ട് ചെയ്തത്. നന്ദനയ്ക്ക് അവിടെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. സായിയാണ് അവിടെ സിജോയുടെ പേരെടുത്ത് പറഞ്ഞത്. ശരി എന്ന് പറഞ്ഞുകൊണ്ട് നന്ദന അതിന് സമ്മതിക്കായിരുന്നു. സത്യത്തിൽ സായിയുടെ ഒരു ഗെയിം പ്ലാൻ ആയിരുന്നു സിജോയെ അവിടെ നോമിനേഷൻ ഫ്രീ ആക്കുക എന്നുള്ളത്.